ചില വ്യക്തികളുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കും. ഇവർ മുൻകൂട്ടി ഒരു തിരക്കഥയുമായിട്ടായിരിക്കും നമ്മളെ സമീപിക്കുന്നത് തന്നെ. ആ തിരക്കഥ അവിടെ പ്ലേ ചെയ്യുന്നതിനാവശ്യമായ സംഭാഷണങ്ങളായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഹൗ ടു ഡീൽ ദം. ഇവരോട് വൈകാരികമായ അകലം പാലിക്കുക. അതായത് നമ്മളെ വേദനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി കുറ്റപ്പെടുത്തലുകൾ വ്യക്തിപരമായി എടുക്കാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് കാണിക്കുക. 100% ശരി നമ്മുടെ ഭാഗത്താണെങ്കിൽ അനുചിതമായ വിമർശനങ്ങൾ വരുമ്പോൾ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദൃഢമായി പറയുക. ഇവരോട് തർക്കിക്കാൻ നിൽക്കുന്നത് ബുദ്ധിയല്ല, ഇതിവരെ കൂടുതൽ പറയാൻ പ്രേരിപ്പിക്കും. ഇവരുടെ നിഷേധാത്മകത ഇവരുടെ തന്നെ മനസ്സിലെ അസ്വസ്ഥതകളിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കി കഴിയുന്നെങ്കിൽ ഇവരുമായുള്ള സമ്പർക്കം നിയന്ത്രിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇങ്ങനെയുള്ളവരുടെ നെഗറ്റിവിറ്റി കേട്ട് നിങ്ങളുടെ മനസ്സമാധാനം കളയരുത്. കാരണം ഒരു പൂന്തോട്ടത്തിൽ പോയാൽ അവിടെ പൂക്കളെ കാണുന്നവരുമുണ്ട്, മുള്ളുകൾ മാത്രം തിരയുന്നവരുമുണ്ട്. ഇത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇവരുടെ മുന്നിൽ കൂടുതൽ വിശദീകരണത്തിന് നിൽക്കാതെ ജസ്റ്റ് സ്മൈൽ ആൻഡ് മൂവ് ഓൺ.